അപ്പോൾ നമ്മുടെയൊക്കെ ടാക്സും വാങ്ങിച്ചിട്ട് നിങ്ങൾ ഫുഡും അടിച്ചിട്ട് നിങ്ങൾക്കൊക്കെ പറ്റുന്നതല്ല ഇവിടുത്തെ നിയമവും ഇവിടുത്തെ ഭരണഘടനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിയേറ്റർ ഫുള്ളും ചിരിയായിരുന്നു. അവൻ്റെ ഓരോ ഡയലോഗിനും അവൻ്റെ സീന് കാണിക്കും. ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ആ സെക്കൻഡ് ഹാഫിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ക്യാപ്ഷൻസ് ഉണ്ട് പുള്ളിക്കാരൻ പറയുന്നത്. സുരേഷ് ഗോപി എന്തോ പാർട്ടിക്ക് വേണ്ടി ഇറക്കിയ ഒരു ലെവലിലാണ് പടം തോന്നുന്നത്. വില്ലൻ ആരാ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു സെക്കൻഡ് ഹാഫ് വരുന്നവരെ. ആവശ്യമില്ലാത്ത ഒരു വിവാദം സൃഷ്ടിച്ച് പേരൊക്കെ പറഞ്ഞ് സിനിമ കുറച്ച് നീണ്ടുപോയി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൊടുത്ത ഇൻ്റർവ്യൂസും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡുമാണ് ആ ഒരു റിഫ്ലക്ഷൻ ഇതിൽ വന്നു. കണ്ടന്റ് ബേസ് നമ്മൾ ഇതുവരെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിക്കകത്ത്. ക്ലൈമാക്സ് സർക്കാരിനെതിരെ തന്നെ പറയുന്നത്. പെൺകുട്ടിക്ക് വേണ്ട ബേസിക് നീഡ് എന്താണ് അതിനകത്ത് പറയുന്നുണ്ട്. ദൈവങ്ങളുടെ പേരുള്ള ഒരു ലിസ്റ്റ് അതും കൂടെ നമ്മുടെ ഭരണഘടനയിൽ അങ്ങ് എഴുതി ചേർക്കണം. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഒരു ക്യാപ്ഷൻ മാറ്റിയിട്ട് ജാനകി ജസ്റ്റിസ് ഓഫ് ഹ്യൂമാനിറ്ററി എന്നിട്ടാൽ പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നോക്കേണ്ട സിനിമയാണ്, കഥയിൽ ചോദ്യമില്ല. പക്ഷേ പോരാട്ട ഒരു ഇതില്ല, ചുമ്മാ ജസ്റ്റ് കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. അനുപമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത്ര പോരാ. സെക്കൻഡ് ഹാഫ് ഒരു വലിയൊരു ഇതൊന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ടാക്സും വാങ്ങിച്ചിട്ട് നിങ്ങൾ ഫുഡും അടിച്ചിട്ട് നിങ്ങൾക്കൊക്കെ പറ്റുന്നതല്ല ഇവിടുത്തെ നിയമവും ഇവിടുത്തെ ഭരണഘടനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയെങ്കിലും മനസ്സിലാക്കി. സെൻസർ ബോർഡാണെങ്കിലും ഏത് കോപ്പിലെ ബോർഡാണെങ്കിലും. ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം, നന്നായിട്ടുണ്ട്. അതിമനോഹരമായുള്ള ചിത്രം കേട്ടോ. നമ്മുടെ പ്രതീക്ഷിച്ച് വന്നതിനെക്കാട്ടി ഭയങ്കരമായിട്ട് നല്ലൊരു മെസ്സേജാണ് പടം. നല്ല പടം. എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഇന്നാണ് റിലീസ്. ആക്ച്വലി ക്രൗഡ് കുറവായിരുന്നു. പക്ഷെ നമ്മുടെ യൂഷ്വൽ സുരേഷ് ഗോപി, പണ്ടത്തെ സുരേഷ് ഗോപി ഉണ്ടല്ലോ, നല്ല പഞ്ച് മാസ് ഡയലോഗൊക്കെ ഉള്ള അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അനുപമ പരമേശ്വരൻ പുള്ളിക്കാരുടെ ആക്ടിങ് ഭയങ്കര നല്ല സൂപ്പർ ആക്ടിങ് ആണ്. സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഒരു മൂവി, വളരെ എൻഗേജ്ഡ് ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. എന്ന് പറയുമ്പോൾ നല്ലൊരു കോർട്ട് റൂം ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നല്ലൊരു ത്രില്ലറാണെന്ന് പറയാം. നല്ല ഇൻവെസ്റ്റിഗേഷൻ പാട്ടുണ്ട് സിനിമയിൽ. പിന്നെ സുരേഷ് ഗോപിയുടെ കുറേ പഞ്ച് ഡയലോഗ്സ് ഉണ്ട്, നല്ല തിരക്കഥയുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു ഇങ്ങനെയുള്ള സിനിമയ്ക്ക് പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഈ സിനിമ. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അങ്ങനെയുള്ള ഒരു ആവറേജ് റെസ്പോൺസ് രീതിയിലുള്ള പടമേ ഉള്ളൂ. സുരേഷ് ഗോപി എന്തോ പാർട്ടിക്ക് വേണ്ടി ഇറക്കിയ ഒരു ലെവലിലാണ് പടം തോന്നുന്നത്. കാരണം സർക്കാരിൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് സിനിമ വഴി പറയാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. ക്ലൈമാക്സിലെ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളും കണ്ടപ്പോഴാണ് എന്തിനാണ് ഈ പടം സെൻസറിങ്ങിന് ഇത്രയും പ്രശ്നം വന്നത് മനസ്സിലായത്. ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡയലോഗും കാര്യങ്ങളും സെറ്റൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് വേറൊരു പാത്തിൽ കാണിച്ചിട്ട് സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ആ മാസ് അതൊന്നും വന്നിട്ടില്ല. പിന്നെ മറ്റേ ഷാജി കൈലാസിന്റെ പഴയ പടമല്ലേ സുരേഷ് ഗോപിയുടെ, അവരിതൊക്കെ പ്രതീക്ഷ ഒന്നുമില്ല. കേരള സർക്കാരിനെതിരായിട്ടുള്ള കുറേ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയുണ്ട്. അത് സർക്കാരിൻ്റെ പിഴവുള്ള രീതിയിൽ കഥ അങ്ങനെ ആക്കി. അത് സുരേഷ് ഗോപിക്ക് അത് പറയാൻ വേണ്ടി മാത്രം എടുത്ത ഒരു പടം പോലെ തോന്നുന്നു, വേറെ ഒന്നുമില്ല. സുരേഷ് ഗോപിയുടെ മോനെന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റുക, AI വെച്ചുണ്ടാക്കിയത് പോലെയൊക്കെ ഇരിക്കുന്നു. ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറായി പോയി. പിന്നെ നമുക്ക് ഒരു ലാഗുമില്ല. സിനിമ ധൈര്യമായിട്ട് പോയി കാണാം, ഫാമിലി ആയിട്ട് ആർക്കായാലും വേണേ. പിന്നെ നമ്മളെ കുറേ ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് സിനിമ. പിന്നെ ആവശ്യമില്ലാത്ത ഒരു വിവാദം സൃഷ്ടിച്ച് പേരൊക്കെ പറഞ്ഞ് സിനിമ കുറച്ച് നീണ്ടുപോയി. എന്തായാലും നല്ല മൂവിയാണ്, ധൈര്യമായിട്ട് നമുക്ക് ആർക്കും വന്ന് കാണാം. ഗോകുൽ സുരേഷിന്റെ പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിട്ട്. അതിനകത്തൊരു വീക്ക് പോയിന്റ് എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. ഈവൻ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് പോലും, ഈവൻ അതിൽ അഭിനയിക്കുന്ന ഓരോ ജൂനിയർ ആർട്ടിസ്റ്റ്, ഈവൻ റിപ്പോർട്ടേഴ്സ് പോലും ദേ ആർ ഡൂയിങ് ദെയർ ബെസ്റ്റ്. ആ ഒരു ഫീൽ ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത് തന്നെ. അവരുടെ ആ ഒരു ആർക്കും അങ്ങനെ ഒരു മാറ്റി നിർത്തി പറയാൻ ആരെങ്കിലും മോശമാണോ അങ്ങനെ ഒന്നുമില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ അത് ഞാൻ പറയാം, ഒരു പെൺകുട്ടിക്ക് വേണ്ട ബേസിക് നീഡ് എന്താണ് അതിനകത്ത് പറയുന്നുണ്ട്. മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാം. ബിക്കോസ് നമുക്കറിയാത്ത കുറേ ലോ പോയിന്റ്സ്, അതായത് ഇങ്ങനെ ലോ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂവിയാണ്. നല്ല സിനിമയാണ്. പടം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നമ്മൾ പ്രതീക്ഷിച്ചതിനായിട്ട് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് കുറച്ച് ആ കണക്ഷൻ വന്നില്ല. അല്ലാതെ പടം നല്ല രീതിക്ക് നല്ല സോഷ്യൽ ഇതായിട്ടുള്ളൊരു പടമാണ്. സുരേഷ് ഗോപി ചേട്ടൻ്റെ നല്ലൊരു വമ്പൻ തിരിച്ചുവരവെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് പോയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ശരിക്കും ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഒരു ക്യാപ്ഷൻ മാറ്റിയിട്ട് ജാനകി ജസ്റ്റിസ് ഓഫ് ഹ്യൂമാനിറ്ററി എന്നിട്ടാൽ പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ഇവിടെ കൊണ്ട് എത്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം നിലയിലേക്കാണ് ഈ പടം സെക്കൻഡ് ഹാഫ് കൊണ്ടെത്തുന്നത്. കാരണം നമ്മൾ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ലതും സെക്കൻഡ് ഹാഫ് മോശമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റിന് താഴെ എഗെയിൻസ്റ്റ് ആയിട്ട് വരാൻ താല്പര്യമുണ്ട്. കാരണം ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ആ സെക്കൻഡ് ഹാഫിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ക്യാപ്ഷൻസ് ഉണ്ട് പുള്ളിക്കാരൻ പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സ്ത്രീകളായിരുന്നാലും സഹോദരിമാരായിരുന്നാലും പുറത്തു പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരണം, ശൗചാലയത്തിലേക്ക് യൂസ് ചെയ്യാൻ എന്നുള്ള തെറ്റായ പ്രചരണങ്ങൾ ഇതിനകത്ത്
വരുത്തിക്കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ക്ലൈമാക്സ് സർക്കാരിനെതിരെ തന്നെ പറയുന്നത്. ടൈറ്റിലുള്ളതുപോലെ സ്റ്റേറ്റ് ഓഫ് കേരള നിലവിലെ സർക്കാരിനെതിരെ ആയിട്ടാണ് ക്ലൈമാക്സിൽ പറഞ്ഞിട്ടുള്ളത്. അവരെന്തിനാണ് ഈ ഒരു വിവാദം അവരെന്തിനാണ് ഉണ്ടാക്കിയത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ സിനിമയ്ക്കകത്ത് പറയുന്ന തന്നെ ഡയലോഗ് ഞങ്ങളുടെ കൊടുക്കുകയാണ്, നമ്മൾ പൊതുജനങ്ങൾ വെറും വിഡ്ഢികളാക്കുകയാണ്, കഴുതകളാക്കുകയാണ്. ഒരു സിനിമയുടെ പേരിലാണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ കഴുതകളാക്കുന്നു. ഇപ്പോൾ എന്തായാലും അച്ഛൻ നല്ല ആക്ടറാണ്, ചേട്ടൻ നല്ല ആക്ടറാണ്. പുള്ളി ഇനിയുള്ള സിനിമകളിൽ വളരെ മെച്ചപ്പെടാം ഡെഫിനറ്റ്ലി. ഇതിൽ പിന്നെ പുള്ളി ഭയങ്കര ഒരു ഒരു പേടി പോലെയോ ഒരു യാന്ത്രികമായിട്ട് അഭിനയിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. ബാക്കി അനുപമയായാലും സുരേഷ് ഗോപി ആയാലും പിന്നെ ബൈജു ആയാലും കോ ആക്ടേഴ്സ് എല്ലാം സൂപ്പറായിട്ടാണ്. നല്ല മൂവിയാണ്. മാധവ് ഇനിയുള്ള സിനിമകളിൽ കൂടെ നല്ല മെച്ചപ്പെടാം. ഫസ്റ്റ് ഹാഫ് പോയി കാണുക, സെക്കൻഡ് ഹാഫ് കാണണ്ട. കാരണം ഫസ്റ്റ് ഹാഫ് സുരേഷ് ഗോപി അഭിനയിച്ചായിരുന്നു, സെക്കൻഡ് ഹാഫ് പുള്ളി ഡേറ്റ് കൊടുത്തില്ല. കാരണം MP ആണ്, അതുകൊണ്ട് പുള്ളി അവിടെ പോയി. ഫസ്റ്റ് ഹാഫ് കിട്ടില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് പടം വേറെ എവിടെയൊക്കെ പോയി 150 രൂപ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇറങ്ങാം. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത്രയും കോൺട്രവേഴ്സി ആക്കേണ്ട കാര്യമൊന്നും ഇല്ല. കുഴപ്പമില്ല, മോശം ഇല്ല, മനസ്സിലായി, കൊള്ളാം. പടം എങ്ങനെയുണ്ട്? സുരേഷ് ഗോപി ആക്ഷനൊക്കെ ഉണ്ട്. ആക്ഷൻ ഒരുപാടില്ല. ഒരു കാര്യവുമില്ല ഈ സിനിമയിൽ, ആളുടെ പേരിന് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും പൈസ കൊടുത്ത് കയറി കണ്ടില്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷത്തോടെ ഇറങ്ങി. നല്ല മൂവി, അതായത് ധൈര്യമായിട്ട് പോയേക്കാം. അത് ശരിക്കും ഈ കേരളമാണ്. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്, കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കുടിലെങ്കിൽ പോലും ശൗചാലയം ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ള മലയാളികളാണ്, തിരിച്ചറിവുള്ളവരാണ്. അവർക്ക് കൃത്യമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ പക്കയായിട്ടുള്ളൊരു രാഷ്ട്രീയം സെക്കൻഡിൽ കലർത്തിയിട്ടുണ്ട്. അത് കേരളത്തിന് വിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ പറയാണ്. പടം ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു. സുരേഷ് ഗോപിയുടെ നല്ലൊരു തിരിച്ചു, അദ്ദേഹത്തിൻ്റെ അഭിനയമാണ് നല്ലത്, അദ്ദേഹത്തിന് ആ പണിയാണ് നല്ലതെന്ന് നമ്മൾ ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ വേറൊരു പണിയും കൂടെ വെച്ചിട്ടാണ് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം ഇത്തരത്തിലൊരു ഈ പടം. വേറെ ഒറ്റ ചോദ്യം നിങ്ങൾ എല്ലാവരോടും കൂടെ, എന്തിനാണ് ഈ പടത്തിന് ഹൈപ്പ് കൊടുത്തത്? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് സാധനം. പക്ഷേ സെക്കൻഡ് ഹാഫ് വേറെ എവിടെയാ കൊണ്ടുപോയി അതുകൊണ്ട് തുലച്ചു. അത് ക്ലൈമാക്സ് ഒരു ചെറിയ രീതിയിൽ പറയുന്നുണ്ട്. അത് പാർട്ടിയുടെ ഒരു ഇഷ്യൂ, അതുകൊണ്ടായിരിക്കും മെയിൻലി വന്നത്. ഇനി ആ പടം എനിക്ക് ഫസ്റ്റ് ഹാഫ് മാത്രമേ കൊള്ളാവൂ. കേരള സർക്കാരിനെ സുരേഷ് ഗോപിയെ കൊണ്ട് തന്നെ കേരള സർക്കാരിനെ വിമർശിച്ച് കുറേ ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഇത്രയും നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് കേന്ദ്രത്തിൻ്റെ കുറ്റം പറയേണ്ടി. കാരണം കേന്ദ്രത്തിൻ്റെ സെൻസർ ബോർഡാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരാണ് ഈ പേരിൻ്റെ പേരും പറഞ്ഞ് വെറുതെ അനാവശ്യമാണ്. കാരണം നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഭരണഘടനയിൽ എഴുതി വയ്ക്കണം, ഈ പറഞ്ഞ പോലെ ദൈവങ്ങളുടെ പേര് ഉള്ള ആരും പേരിടാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ ഇടയ്ക്ക് ആരോ പോയല്ലോ കോടതിയിൽ, ദൈവങ്ങളുടെ പേരുള്ള ഒരു ലിസ്റ്റ് അതും കൂടെ നമ്മുടെ ഭരണഘടനയിൽ അങ്ങ് എഴുതി ചേർക്കണം. ഈ പേരൊന്നും ആരും ഇടാൻ പാടില്ല എന്നും പറഞ്ഞൊരു ലിസ്റ്റും കൂടെ അങ്ങ് ഇടണം. അപ്പോഴാരും ഇടില്ല, ആ പേരൊന്നും ഇടില്ല. പടം ഫസ്റ്റ് ഹാഫ് ഓവറോൾ നല്ല, സെക്കൻഡ് ഹാഫ് BGM നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതെന്ന് പറയുന്നു, ഒപ്പം മോശം സെക്കൻഡ് ഹാഫ് വളരെ അങ്ങേയറ്റം മോശം. ഈ കേരളത്തിന് അപമാനിക്കാൻ അത് ഏത് തരത്തിലായിരുന്നാലും ഈ കേരളീയൻ എന്ന നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന വിവരം കൂടി രോഷമായി തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അത് നമ്മൾ നോക്കേണ്ട സിനിമയാണ്, കഥയിൽ ചോദ്യമില്ല.